നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ തളർത്തരുത്. ഇന്നലെ ഞാൻ ഒരുപാട് ആൾക്കാർ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി എനിക്ക്. എല്ലാ ആളുകളും ഇട്ടേക്കുന്നത് ഫുള്ള് A+ഉം കാര്യങ്ങളുള്ള പിള്ളേരുടെ മാർക്ക് ലിസ്റ്റാണ്. സംഭവം ഓക്കെയാണ്, നിങ്ങളെ മക്കളെ വിജയം ആഘോഷിക്കുക എന്നുള്ളതൊക്കെ ഓക്കെയാണ്. 2 A+, 3 A+ ഉള്ള കുട്ടികളൊക്കെ പാരൻസ് എനിക്ക് തോന്നുന്നത് അവർ സ്റ്റോറി സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം അവരെന്തോ അതൊരു മടി പോലെ വെച്ച് വെക്കുന്നതാണ്. എൻ്റെ ലൈഫ് സ്റ്റോറിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10th ഞാൻ ക്ലാസ്സിൽ ടോപ്പറായൊരു വ്യക്തിയാണ്. എൻ്റെ കൂടെ 10th പഠിച്ചിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്ക്, ഞാൻ എങ്ങനെയായിരുന്നു 10th എന്നുള്ളത്. ബാക്കിയുള്ള മക്കളെ കമ്പയർ നിങ്ങളെ മക്കളെ ചെയ്യല്ലേ. എല്ലാവർക്കും ഇപ്പം എല്ലാ കഴിവൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയിൽ എൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ എൻ്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനുള്ള സംഭവം. നിങ്ങളെ മക്കൾ ചിലപ്പം നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടാവും, അല്ലെങ്കിൽ നന്നായിട്ട് വരക്കുന്നുണ്ടാവും. യൂണീക്ക് പോയിന്റ് എന്താണോ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ആശ്വാസ വാക്കുകളാണ് മക്കൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എൻജിനീയേഴ്സും ഡോക്ടേഴ്സും മാത്രമൊന്നുമല്ല, ഒരുപാട് സാധ്യതകളുള്ളൊരു ലോകത്താണ് ഞാനും നിങ്ങളും എല്ലാവരും, നിങ്ങളുടെ മക്കളടക്കം അടങ്ങുന്ന ഈ ഒരു സൊസൈറ്റി ജീവിക്കുന്നത് എന്നുള്ളത്. അത് ശരിക്കും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ശരിക്കും പാരൻസ് അലേർട്ടായിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് ഒരാളുടെ മക്കളോടാണ് ഒരു പ്രോഗ്രസ് കാർഡ്, ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് കണ്ടാൽ മതി. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ കരിയർ ബിൽഡ് ചെയ്യാനുള്ള സംഭവം എന്ന് പറയുന്നത്. ഫോളോ ചെയ്ത് കൂടെ കൂടി സെറ്റ് ആക്കാം നമുക്ക്.